എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, സ്വർഗരാജ്യം ഒരു വയലിൽ മറയ്ക്കപ്പെട്ട ഒരു നിധിക്ക് തുല്യം എന്ന് പറയുകയാണ്. അല്ലെ, ഒളിച്ചു വെക്കപ്പെട്ട ഒരു നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ എന്ത് ചെയ്യുന്നു? അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിൽക്കുന്നു എന്ന് പറയുകയാണ്. ഒരു പ്രത്യേകത നമ്മളൊന്ന് ആലോചിക്കുക. ഒരാള് തനിക്കുള്ള ഒരു കാര്യം സന്തോഷത്തോടെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതിനേക്കാളും വലിയൊരു സംഗതി കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. അല്ലെ, നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യം നമ്മൾ വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ളതിനൊക്കെ ഇങ്ങനെ വിറ്റ് കളയാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് സംതിങ് ബെറ്റർ കിട്ടാനുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ വിൽക്കും. ഇപ്പൊ നമുക്ക് നല്ലൊരു വീട് വാങ്ങാനുണ്ട്, നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ഒരു പക്ഷെ അത് വിൽക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് വലിയ സങ്കടം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താണ്, ഇതിനേക്കാളും വലിയൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, സന്തോഷത്തോടെ വിൽക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, സ്വർഗരാജ്യം ഒരു വയലില് ഇങ്ങനെ മറച്ചു വെക്കപ്പെട്ട ഒരു നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിൽക്കുന്നു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതൊന്നും കിട്ടാനില്ല, തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിൽക്കാനായിട്ട് തയ്യാറാകും. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ, അതിന്റെ ഒരു രുചി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതിനോട് തുലനം ചെയ്യുമ്പോൾ ഒന്നും അല്ലാത്തതായി തീരുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് പൗലോസിലെ ലേഖനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതും. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം വെറും നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നിസ്സാരമാണ്. ബാക്കിയുള്ളതെല്ലാം വിറ്റിട്ടാണെങ്കിലും ഈ സ്വർഗരാജ്യം നേടണം. എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും സ്വർഗത്തെ നേടാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ഒരു ആഗ്രഹമൊക്കെ അത് തന്നെയാണ് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.